യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും. സങ്കീർത്തനം 119, 130. അപ്പം എങ്ങനെയാണ് വചനത്തിൻ്റെ ചുരുളഴിയുന്നത്? ചുരുളഴിയുമ്പോൾ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുക? അത് നമുക്ക് വചനത്തിലൂടെ തന്നെ കാണാം. ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധികളിലും ബന്ധങ്ങളിലും ചേതനയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കുന്നതുമാണ്. അപ്പം വചനത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചും വചനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അഗ്നി പോലെ, പാറയെ തകർക്കുന്ന കൂടം പോലെ. അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും നമ്മുടെ സമസ്ത മേഖലകളിലേക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് നമ്മൾ കണ്ടു. അതിലൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് വചനം പ്രവർത്തിക്കുന്നത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് വചനം പ്രവർത്തിക്കുന്നു. അത് നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 15-ാം തിരുവചനം. ലെഗിയോൺ ആവസിച്ചിരുന്ന ഒരു പിശാചു ബാധിതനെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിശാചുക്കളുടെ മേൽ അധികാരമുള്ള യേശു, അല്ലെങ്കിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ കഴിയുന്ന വചനം, പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ള വചനം, അങ്ങനെ നമ്മൾ കാണുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെടുന്നു, രോഗപീഠകളെ സുഖപ്പെടുത്തുന്ന ഒരു കർത്താവ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ്, അല്ലെങ്കിൽ ഒരു വചനം. മനുഷ്യർക്ക് അസാധ്യമായത്, വചനം ഇപ്രകാരം പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 4, പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ള വചനം. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 47-ാം തിരുവചനത്തിൽ, ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ പാപങ്ങൾ ക്ഷമിക്കുക. അത് തന്നെ നമ്മൾ കാണുന്നു, തളർവാദ രോഗിയെ കിടക്കയോടെ കർത്താവിൻ്റെ അടുക്കലെത്തിക്കുമ്പോൾ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. അപ്പോൾ പാപങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു വചനം. അതുപോലെ നമ്മൾ 5-ാമതായി കാണുന്നു പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള വചനം. അത് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 22-ാം തിരുവചനമാണ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. അങ്ങനെ ആ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള വചനത്തെ നമ്മളവിടെ കാണുകയാണ്. 6-ാമതായിട്ട് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള വചനം. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു, ആ ഒരു ശക്തി, ആ ഒരു വചനം മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ. അപ്പം അതുപോലെ 7-ാമതായി നമ്മൾ കാണുകയാണ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന വചനം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം തിരുവചനമാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു 5-6 കാര്യങ്ങൾ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ ഏതെല്ലാം ഇടങ്ങളിലാണ് വചനം പ്രവർത്തിക്കുന്നത്, എപ്രകാരമാണ് വചനം പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു വചനത്തിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ വെളിപ്പെടണം. നമ്മുടെ കയ്യിൽ തിരുവചനം എടുക്കുമ്പോൾ, നമ്മൾ വചനം ഏറ്റുപറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ അറിയുന്ന കർത്താവ്, ആ ഒരു വചനം, ആ ഒരു വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മളെയും ലോകം മുഴുവനെയും ഈ ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഈശോയുടെ ഒരു വചനം ഈ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ മക്കളിലേക്ക്, അവരുടെ ആത്മീയ മേഖല, ഭൗതിക മേഖല, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതമൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. ആ ജീവിതത്തിൻ്റെ മേഖലകളിലേക്കൊക്കെ ഈശോയുടെ വചനത്തിൻ്റെ ശക്തി കടന്നു വരട്ടെ. വലിയ ഒരു വെളിപ്പെടലായിട്ട് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.